നമസ്കാരം. കാലചക്രം തിരിയുമ്പോൾ ഓരോ വർഷവും ഓരോ പ്രതീക്ഷകളാണ് നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത്. 2025 വിട പറയാനായി ഒരുങ്ങുന്നു. ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ പ്രതീക്ഷയും പുത്തൻ നാമ്പുകൾ ഉണർത്തുന്ന 2026 നമ്മൾ ചുവടുവെക്കാൻ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ സ്വപ്നം കാണുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതമാണോ നമ്മളിലേക്ക് എത്താൻ പോകുന്നത് എന്നതോർത്ത് ഇപ്പോഴേ മനസ്സ് വിഷമിപ്പിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. എന്തെന്നാൽ 2025 അനുഭവിച്ച എല്ലാവിധ വിഷമങ്ങളും മാറി 2026 കോടീശ്വര യോഗം കൈകളിൽ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകൾ. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. എന്തെന്നാൽ ഇവിടെ സൂര്യൻ, ശുക്രൻ തുടങ്ങിയ ഏറ്റവും പ്രബലരായ ഗ്രഹങ്ങളുടെ ഒരു വലിയ വിന്യാസം 2026 നടക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ മാറ്റമാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഫലമായി വളരെയധികം ഭാഗ്യം ജനുവരി 1-ാം തീയതി മുതൽ തന്നെ വന്നു ചേരാൻ പോകുന്ന 5 നക്ഷത്രക്കാരുണ്ട്. ആ 5 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിലേക്ക് നമുക്ക് കടക്കാം. 5 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ശാന്ത സ്വഭാവമാണ്. കർമ്മരംഗത്ത് പുലിയെ പോലെ കുതിച്ചുചാട്ടം വരുന്ന ഒരു വർഷമായിരിക്കും തിരുവാതിരയ്ക്ക് വരാൻ പോകുന്ന 2026. നിലവിലുള്ള ബിസിനസ് ആണെങ്കിൽ അതൊന്ന് വിപുലീകരിക്കാനും, നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അത് ഒരുപടി കൂടി മുന്നോട്ടൊരു കുതിപ്പിലേക്ക് എത്തും. പദ്ധതികൾ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ആവിഷ്കരിച്ച് പൂർത്തിയാക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തികമായും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന വർഷമാണ് 2026. കേവലം സമ്പാദിക്കുക എന്നത് മാത്രമല്ല, മറ്റുള്ളവർക്ക് നിങ്ങളാൽ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന ഒരു മനസ്സന്തോഷം കൂടി നിങ്ങൾക്ക് 2026 ഉണ്ടാകുന്നതാണ്. നിങ്ങൾ നിമിത്തം അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണ്. നിങ്ങൾ കാരണം ചില ആളുകൾക്ക് ജോലി ലഭിക്കുവാനുള്ള, നിങ്ങളുടെ കീഴിൽ കുറച്ച് തൊഴിലാളികളൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായ സമയമാണ് വരുന്ന പുതുവർഷം 2026. പുതിയ സംരംഭം തുടങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും ശുഭകരമായ സമയമാണ്. പിന്നീട് ഇനി ഒരു ചിന്തനത്തിന്റെ ആവശ്യം കാണുന്നില്ല. പോസിറ്റീവായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയുന്ന ഒരു വർഷവും, പല കാര്യങ്ങളും നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാൻ സാധിക്കുന്നതും, ആ ആസൂത്രണം ചെയ്താൽ മാത്രം പോരാ, അത് കൃത്യമായി പൂർത്തീകരിക്കാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കുകയും ചെയ്യും പുതുവർഷത്തിൽ. രണ്ടാമത്തെ നക്ഷത്രം പൂരമാണ്. ആത്മീയവും ഭൗതികവുമായ ഒരുപാട് നേട്ടങ്ങൾ പൂരം നക്ഷത്രത്തിന് 2026 വന്നു ചേരും. വർഷങ്ങളായി സർക്കാർ ഉദ്യോഗത്തിന് കാത്തിരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. നിയമന ഉത്തരവ് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന വർഷം കൂടിയായിരിക്കും 2026. അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ നിന്ന് പണം കൈവരും. അപ്രതീക്ഷിതമെന്ന് പറയുമ്പോൾ സമ്മാന പദ്ധതികൾ, ലോട്ടറി, അതല്ലെങ്കിൽ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയം കൈകളിലേക്ക് പല മേഖലകളിൽ നിന്ന് ധനം വന്നു ചേരുന്ന ഒരവസ്ഥ, അതിനെ അപ്രതീക്ഷിത ധനയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പാരമ്പര്യ സ്വത്തും ലോട്ടറിയുമാണ് എടുത്തു പറയാനായിട്ട് ഉള്ളത്. ശാരീരികമായി നിലവിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പൂരം നക്ഷത്രമാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു വലിയ ആശ്വാസം ലഭിക്കുന്ന വർഷം കൂടിയാണ് വരുന്ന പുതുവർഷമായ 2026. മൂന്നാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് സർഗാത്മകമായി അല്ലെങ്കിൽ നിങ്ങളിൽ ഉറങ്ങിക്കിടന്ന പല കഴിവുകളും പുറത്തെടുക്കാൻ നിങ്ങൾക്ക് അവസരം ഒരുങ്ങുന്ന ഒരു വർഷമാണ് വരുന്നത്. അതായത് മീഡിയ രംഗത്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ശോഭിക്കുവാൻ, സ്വന്തം നിലയിൽ ഉയർന്നു വരാൻ, സ്വന്തം കഴിവിൽ ഉയർന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കും. സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും, കർമ്മ മേഖല അവരുടെ സിനിമയാണല്ലോ, അപ്പോൾ ആ ഒരു കരിയർ മേഖലയിൽ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വലിയൊരു കുതിച്ചുചാട്ടം, പുലിയെ പോലെ അല്ലെങ്കിൽ സിംഹത്തിനെ പോലെ കുതിച്ചു ചാടുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് വരുന്നത്. ഇനി ദാമ്പത്യപരമായി നോക്കുമ്പോൾ വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്കും അനുയോജ്യമായ വർഷമായിരിക്കും. കൂടാതെ ദമ്പതികൾക്കിടയിൽ പിണക്കത്തിന്റെ വക്കിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ കേസ് കോടതി പ്രശ്നമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും വീണ്ടും ഒന്ന് രമ്യതയിലായി പോകാനുള്ള അവസരം ദൈവം തന്നെ നിങ്ങൾക്ക് ഒരുക്കി തരും. അപ്പോൾ അത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തുപോകാൻ സാധിക്കുമെന്ന് സാരം.
മംഗളകർമ്മങ്ങൾ നടത്തുവാനും പങ്കെടുക്കുവാനും ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക നില ഭദ്രമാകുന്ന ഒരു സമയം 2026. അതായത് സമ്പത്തില്ല, ഒന്നും മിച്ചമില്ല എന്നൊക്കെ പറയുമ്പോൾ 2026 നിങ്ങളുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടാക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ആഡംബരം കാട്ടാനുള്ള പല കാര്യങ്ങൾ, ഒരു വീട്, വാഹനം, അല്ലെങ്കിൽ നല്ല വസ്ത്രാഭരണങ്ങൾ, അങ്ങനെയൊക്കെയുള്ളത് നിങ്ങൾക്ക് വാങ്ങുവാനുള്ള ഒരു യോഗം കൂടി പുതുവർഷത്തിൽ വന്നു ചേരുന്നതാണ്. 4ാമത്തെ നക്ഷത്രം തിരുവോണമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കില്ല, അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ചെയ്തു പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് വരുന്നത് 2026. വിദേശത്ത് പോകാൻ, ജോലിയുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഒരുപാടുണ്ട്. ആ തടസ്സങ്ങളൊക്കെ നീങ്ങി നിങ്ങൾക്ക് 2026 തുടക്ക സമയം തന്നെ പോകാൻ, വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ്. മനസ്സിൽ ദീർഘകാലമായി കൊണ്ട് നടക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ സഫലീകൃതമാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും പുതുവർഷമായ 2026. തൊഴിൽപരമായും നിങ്ങൾ പരിശ്രമങ്ങൾ ധാരാളമായി നടത്തുന്നുണ്ട്. ആ പരിശ്രമങ്ങൾക്ക് വിജയം കാണുന്നില്ല. അവസാന സമയം പലതും കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്നുണ്ട്, കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന് പറയുന്നത് പോലെ. എന്നാൽ ആ ഒരു അവസ്ഥയൊക്കെ മാറുന്നതാണ്. 100% ജീവിതത്തിൽ ഫലം കാണുന്ന ഒരു വർഷം തന്നെയാണ് വരുന്ന 2026. 5ാമത്തെ നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, അംഗീകാരങ്ങൾ ഒക്കെ തേടി വരും. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും വലിയ കരാറുകളൊക്കെ ഒപ്പിടുവാനും നിങ്ങളുടെ ബിസിനസ് ഒന്നുകൂടി വിപുലീകരിക്കുവാനൊക്കെയുള്ള യോഗവും ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട്. വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. ഉന്നത പഠനവുമായി ബന്ധപ്പെട്ടും വിദേശ യോഗം, സൗഭാഗ്യം വന്നു ചേരുന്നതാണ്. അനുകൂലമായ സമയമായതിനാൽ ഭാഗ്യം പല കോണുകളിൽ നിന്ന് നിങ്ങൾക്ക് അവസരമായി വന്നു ചേരുകയും ആ ഒരു അവസരം നിങ്ങൾക്ക് പൂർണ്ണമായി വിനിയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോഴിവിടെ പറഞ്ഞു വന്നത് ഇത്രയാണ്. 2025 ഏകദേശം കഴിയാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 2026 നമ്മൾ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു വേളയിൽ 2026 എന്ന വർഷത്തെ ഒരു കാരണവശാലും നിങ്ങൾ ഭയത്തോടെ കാണേണ്ട അത്രത്തോളം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. പ്രതീക്ഷിക്കുന്നതിലപ്പുറം കാര്യങ്ങൾ സംഭവിക്കുക. അതായത് എനിക്ക് ഒരിക്കലും സാധിക്കില്ല, എന്നെ കൊണ്ട് അത് സാധിക്കില്ല, എനിക്ക് ആരും സഹായിക്കാനില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം വീഡിയോ കേൾക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. പക്ഷെ ആ ചിന്തനമൊക്കെ മാറുന്ന ഭഗവാൻ പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ നിങ്ങളിലേക്ക് കരുണാദ്രമായ ആ ഒരു സഹായവുമായി വരുന്ന വർഷമായിരിക്കും. അവസരങ്ങൾ ധാരാളം നിങ്ങൾക്കുണ്ടാകും. ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അത്രത്തോളം അവസരങ്ങൾ പല കോണുകളിൽ നിന്ന് പല രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ടായാലും നിങ്ങളുടെ കഴിവുകൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും. ആ ഒരു കഴിവുകൾ കൊണ്ട് എന്നിൽ ഇത്രയും കഴിവുണ്ടായിരുന്നു, എന്നിട്ടാണോ ഞാൻ ഇത്രയും നാള് വിലയില്ലാതെ അലഞ്ഞത് എന്നൊരു ചിന്ത വരെ നിങ്ങൾക്ക് വരും. അത്രത്തോളം ഭാഗ്യമുള്ള സമയമാണ്. കഠിനാധ്വാനം കൈമുതലാക്കിയിരിക്കുന്ന കൂട്ടരാണ് ഈ 5 നക്ഷത്രക്കാരും. ഒന്നിനൊന്ന് മെച്ചമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. 2026 നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ചോദിക്കുകയാണ് ഏറ്റവും മികച്ച വർഷം ഏതാണ് എന്ന്. വർഷങ്ങൾക്ക് ശേഷം, അതായത് 2026 ഒക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പറയാൻ സാധിക്കും 2026 എന്ന വർഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യവർഷമായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. ഈശ്വര പ്രാർത്ഥന വേണം. അതേപോലെ കർമ്മങ്ങൾ നന്നായി ചെയ്യണം. ആർക്കും ഒരു ദ്രോഹവും വരുത്താതെ, ആരുടെയും കുന്നും അതായത് ദോഷവും ഒന്നും പറയാൻ നമ്മൾ പോകേണ്ട. നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക. കുടുംബക്ഷേത്ര ദർശനം എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. വീണ്ടും ആവർത്തിക്കുന്നു, കുടുംബക്ഷേത്ര ദർശനം. അതും പുതുവർഷം തുടങ്ങുമ്പോൾ ആ ജനുവരി 1-ാം തീയതി തന്നെ പോകാൻ സാധിക്കുന്നെങ്കിൽ ഏറ്റവും ഉത്തമം. പിന്നെ മാസത്തിൽ ഒരിക്കൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വരുമ്പോൾ, പിറന്നാൾ വരുമ്പോൾ, പിറന്നാൾ വരുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നതിലുപരി കുടുംബക്ഷേത്ര ദർശനം നടത്താം. കുടുംബക്ഷേത്രം ദൂരെയാണെങ്കിൽ ആ ഒരു സങ്കല്പം വെച്ച് ₹1 നാണയം ഒഴിഞ്ഞു മാറ്റി വെക്കുക. എന്നിട്ട് പോകുമ്പോൾ അത് നടക്കിൽ കൊണ്ട് സമർപ്പിക്കുക. അങ്ങനെയാകാം. അതേപോലെ സ്ഥലദൈവത്തിന്റെ കുടുംബ പ്രീതി മാത്രം പോരാ, സ്ഥലദൈവ പ്രീതി അത്യാവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഓർമ്മയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. അപ്പോൾ ഏവർക്കും ശുഭകരമായ ഒരു വർഷമാകട്ടെ. അതേപോലെ നിങ്ങളിലേക്ക് അറിവ് എത്തിക്കുന്ന എനിക്കും നല്ലൊരു ശുഭകരമായ വർഷം, നിങ്ങളിലേക്ക് കൂടുതൽ അറിവുകൾ കൊണ്ടുവരാൻ എന്നിൽ ദൈവം അനുഗ്രഹം ചൊരിയട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുന്നു. നന്ദി.